ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ തലേദിവസം. യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പടക്കങ്ങൾ പൊട്ടിച്ച് തുടങ്ങാം ഗൈസ്. അതിനേക്കാൾ മുന്നേ നമുക്ക് അമ്മേനെ കാണിച്ചു തരാം. അമ്മ അവിടെ ഇരുന്ന് പയർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇതില്ലാണ്ട് അമ്മ അവിടെ കേട്ടോ നോക്കണം കൂടിയില്ല. ഞാൻ അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഗൈസ്. കണ്ട പക്ഷേ ഈ വീഡിയോ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അമ്മയ്ക്ക് താല്പര്യമില്ല. നോക്കി പേടിപ്പിക്കണം എന്നെ. അമ്മ നോക്കി പേടിപ്പിക്കണം എന്നെ. ലേറ്റ് അടിച്ച് കുറച്ച് ലേറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ലേറ്റ് അടിച്ചാണ് നടക്കുന്നത് കേട്ടോ. അതൊന്നും കാണിക്കില്ല. മറ്റേ പശുവിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് അച്ഛൻ പടക്കം പൊട്ടിക്കണതിൻ്റെ തിരക്കിലായിരുന്നു. പടക്കം പൊട്ടിക്കുന്ന സൗണ്ടിലൊന്നും കേൾക്കില്ല. അച്ഛന് 3 പശുവിനെ കാണിച്ചു തരാം. ഷുംബ്ലി, ഇതാണ് ഞങ്ങളുടെ ഷുംബ്ലി ഗൈസ്. അമ്മ ഇത് ഫോക്കസ് ആണല്ല. ഷുംബ്ലക്ക് എന്താണ് പറയാനുള്ളത് പറയൂ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ നന്ദമ്മ പ്രഗ്നൻ്റ് ആണ് ഗൈസ്. പ്രഗ്നൻ്റ് ലേഡി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കുറച്ച് ദിവസത്തിനുള്ളിൽ കൊച്ചുണ്ടാകുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ തങ്കു. ഒരു ഹായ് കൊടുക്കൂ. ഹായ്. എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി വിഷുവിന് പടക്കം പൊട്ടിക്കാൻ പോകും ഗൈസ്. നമ്മൾ ഇതിലെ നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് കുറവ് പടക്കങ്ങളാണ് വാങ്ങിയുള്ളത്. അതെ, അവരെന്തൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. പടക്കം പൊട്ടിക്കാം. മോളിൽ പോയി പെട്ടെന്ന് പൊട്ടിക്കാമോ? വരില്ലേ? അവള് ഇതിൽ നിന്ന് കത്തുന്ന കണ്ടോ? അത് ക്ലിയർ ആവില്ല. എന്നാലേ വരെ നിന്ന് കത്തുന്ന. അച്ഛനോടെ നേരത്തെ പടക്കം പൊട്ടിച്ച് തന്നെയാണ്. അച്ഛൻ്റെ പടക്കം പൊട്ടിക്കലാണ് എൻ്റെ പ്രശ്നം. കണ്ട കത്തി വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കത്തി കണ്ടാലും മതി, ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് പറയാറുള്ളത്? വീഡിയോ കട്ടായി പോണ്ട് ഗൈസ്. ആ പ്രശ്നമാണ്. ഇപ്പൊ എത്തിക്കും ഗൈസ്. അതെ, നിനക്ക് വീഡിയോ എടുക്കട്ടേട്ടാ. നോക്കണം. വീഡിയോ കിട്ടിയാ പറയാൻ കിട്ടിയെന്നല്ല, കിട്ടിയില്ലതോ. അത് കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ ക്യാമറയിൽ മാത്രം കണ്ടുള്ളൂ. ബാക്കിയൊന്നും കാണാൻ പറ്റിയില്ല. അമ്മ ഇത് മാത്രം കാണാൻ വേണ്ടി വരുള്ളൂ. ഇതേ പോണ്. അമ്മയ്ക്ക് വീഡിയോയിൽ വരെ താല്പര്യമില്ല. അമ്മ പറയണ അമ്മയുടെ മുന്നത്തെ ജോലിക്കാർ കാണുന്നതാണ് പറയുന്നത്. ഞാൻ പറയും ഇതൊക്കെ ഞാൻ ഇടും. പറയേ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്ന താല്പര്യമില്ല. അവൾ അവിടെ ഇരുന്ന് പടക്കം കത്തിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ കൈപൊള്ളി എന്ന് പറയണു. അച്ഛനെന്ത് 2 കാട്ടി കൂട്ടിയിട്ട് കൈ പൊളിച്ചെന്ന് അത്രേ. അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോണു. അമ്മയുടെ വീഡിയോ വരരുതെന്ന് പറയണു. അപ്പം എന്തായാലും ഇടും. അതെ, നിനക്ക് നിങ്ങൾ പറയാട്ടോ. ആ തല തിരിച്ചു പിടിച്ചിട്ടുണ്ടോ? അത് ഈ മെഴുതിരിയിൽ എങ്ങനെ കത്തിക്കാൻ തന്നെ പറയണ നീ? അച്ഛനെ അവിടെ കത്തിക്കാൻ പോകാം. ഞാൻ പറഞ്ഞു ഞാൻ കത്തിച്ചിട്ട് കത്തിച്ചാൽ മതിയെന്നു. ആ അത് കൊള്ളായിരുന്നു. അത് മാത്രം കൊള്ളായിരുന്നു. ആ കണ്ണിക്കൊക്കെ എന്തൊക്കെയോ കൊഴിഞ്ഞു വീഴുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇവിടെ കള്ള ചിരാതെടുക്കാൻ പോകാനുള്ള മടിക്ക് നോക്ക്. മെഴുകുതിരിയുടെ സാധനം എടുത്തിട്ട് അതിൽ മാറ്റിയിട്ടതേ ഇതിൽ വെക്കണം. അത് വെച്ചോ. ഇതിൻ്റെ ലൈറ്റർ ഞാൻ അവിടെ എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. ചിക്കനുണ്ട്. എന്താ ഉള്ളത്? ചിക്കൻ ഉണ്ട്. രാവിലത്തെ ചിക്കൻ കറിയാണ്. നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിലും ചിക്കൻ കറിയും നെയ്ച്ചോറാണ് നമുക്ക് കഴിക്കാനുള്ളത്. അങ്ങനെ കാണണ്ടേ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തല തിരിഞ്ഞൊക്കെ കാണാം. നെയ്ച്ചോറായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. കണ്ടോ, ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. കുറച്ച് നേരത്തെ കുറച്ച് കഴിച്ചു. ക്യാമറ തിരിഞ്ഞാണ്. ഞാൻ ഒറ്റയ്ക്കായിട്ട് വീഡിയോ കൊണ്ടിരിക്കുന്നത്. അവളൊക്കെ അങ്ങോട്ടുണ്ടൊക്കെ പോയത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കുറച്ച് നേരം കൂടെ കത്തിക്കാം. എന്നിട്ട് ബാക്കി വീഡിയോസൊക്കെ ഞാൻ അപ്പോഴും ഇവിടെയൊക്കെ കുറച്ച് കണക്ട് ചെയ്ത് വയ്ക്കാം. ഒന്ന് കത്തിച്ചേണ്ട അവിടെ വരെ എത്തി. എന്നിട്ട് അതാണ് കേട്ടുപോയി. അത്രയും ഗതികെട്ട ഒരു വേറെ ആരെങ്കിലും കൂടി ഉണ്ടോ? ഫ്ലാഷിൻ്റെ വേറെ സാധനം ആണ്. മിന്നി നിൽക്കുള്ളൂ. പേടിയാവുന്നുണ്ടോ? എനിക്ക് കണ്ടിട്ട് എന്നെ തന്നെ പേടിയാവുന്നു. ഞാൻ എന്താ കത്തിക്കാത്തതെന്നല്ല കേട്ടാ. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് കത്തിക്കുക. കുറച്ച് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് വീഡിയോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി വരണം.
നല്ല രസമല്ലേ ഗൈസ്? ആ ഒരു ഫ്രെയിം കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ലേ? അവൾ വരണ കാണാൻ ഭംഗിയില്ലെങ്കിലും എൻ്റെ ഫ്രെയിം കാണാൻ വൃത്തിയുണ്ടായിരുന്നു. അതൊന്നും അഴിച്ചിട്ട് അടിച്ചു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ അതെ കാറ്റ്സ് ഗ്ലോ. ഞാൻ ഇന്ന് ഇവിടെ തീ ഇട്ടപ്പോൾ ഒന്ന് ഇതാക്കിയെന്നുള്ളൂ. എനിക്കറിയില്ല ഇവളാണ് കെട്ടി വെച്ചേക്കണേ. നശിപ്പിക്കരുത്, പതുക്കെ ഇതാക്കിയാൽ മതി. അത് കത്തിക്കില്ലേ? അതൊക്കെ ഒന്ന് കത്തിച്ചോളി തോന്നുന്നു ഗൈസ്. ഞാനിത് ഇവിടെ ഒരു വെട്ടിക്കളെന്ന് പറഞ്ഞിട്ട് ഞാൻ വളർത്തിയതിൻ്റെ ശരിയാണ്. കഷ്ടപ്പെട്ട് വളർത്തിയതാണെങ്കിലും തന്നെ വളർന്നാണെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അമ്മ ഉറുമ്പ് പിടിക്കണേ അമ്മ. ഉറുമ്പ് നീ കണ്ട ഇവിടെ കുറേ ഉറുമ്പുകൾ നടക്കുന്നുണ്ട്. അതിനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഇത് മൊത്തം അഴിച്ച് വിട്ട് കൊടുക്കാം. അത് കുഴപ്പമില്ല, പൊട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. എന്നാലും പൊട്ടിയാലും കുഴപ്പമില്ല അല്ലേ? നിങ്ങൾ കേട്ട് ബുദ്ധിയില്ലാത്തതുകൊണ്ട് കൈ 2 വട്ടം പൊളിച്ചുന്ന കണക്കൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതാണ് കത്തിക്കുന്നത്. ഇത് എന്തോ ഒരു സമയം എടുക്കുമോ കത്താൻ? നേരത്തെ കത്തിങ്ങി വല്ല പ്രശ്നം ഉണ്ടായിന്. എന്നാ എടി അത് വേണ്ടേ, അത് ഇതുകൊണ്ട് കത്തിക്കണ്ട. അത് നമുക്ക് വേറെ കൊണ്ട് കത്തിക്കാം. അതെ അത് പെട്ടെന്ന് അത് അവിടെ എന്തൊക്കെ ചെരിച്ചൊക്കെ വയ്ക്കാം. ചെരിച്ചൊക്കെ ഇരുന്ന് കത്തിക്കഴിഞ്ഞാൽ വീട് നിന്ന് കത്തണ കാണാം. ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. കത്തിക്കട്ടെ. ഇവിടെ ഉണ്ട്. ഒരു വീഡിയോയിൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. തലയിൽ കുറേ സാധനങ്ങൾ കല്ല് വീഴുന്നുണ്ട്, മണ്ണൊക്കെ വീഴുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് കിടന്ന് കട്ടണേ. അങ്ങനെ നീക്കി പിടിച്ചേ. നമ്മൾക്കൊരു ബോധമില്ലാത്ത ഇവളൊരു വട്ടം എൻ്റെ മേത്ത് കൊണ്ട് കുത്തിയിട്ട് ഞാനാണ് കാണിച്ചു കൊടുക്ക്. 15 വർഷം അത്ര ഒന്നും ഇല്ലടി. ഞാൻ കൊണ്ട് കുത്തിക്കണ്ട. അതായത് എന്തിനാന്ന് പറയണില്ല. 12 വർഷം മുന്നേ അവളെ കണക്ക് പറയാനായിട്ടാ. ഇവളെന്തൊക്കെ കിടന്ന് കാണിക്കണേ. എടി നീ എന്നിട്ട് അതും കൊണ്ട് അങ്ങോട്ടൊക്കെ പോണേ. ഞാനൊരു അടിപൊളി ഫ്രെയിം കാണിച്ചു തരാം ഗൈസ്. നല്ല രസമുണ്ട്. ഇവിടെ ആ മരങ്ങൾ നിൽക്കണോണ്ട് അത് കത്തുമ്പോൾ നല്ല രസമുണ്ട്. അത് ഇപ്പം ഇത്ര നേരം പച്ചയായിരുന്നേ. അത് കൊണ്ടുപോകണം വൈകിയത് അത് റെഡായി. മാജിക് സാധനമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരട്ടെ. കുറച്ച് ലൈറ്റ്നെസ് ഒക്കെ ഒന്ന് ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ. അതങ്ങനെ ഇട്ടാൽ അതിൻ്റെ 6 പേരുണ്ട് ഗൈസ്. 6 പറഞ്ഞു പേരുണ്ടായില്ല. എങ്ങനെയായിരുന്നു? നല്ല അടിപൊളി ഫ്രെയിം അല്ലായിരുന്നു അത്? ഇവരൊക്കെ എന്നെ കുറ്റം പറഞ്ഞോണ്ട് വ്ളോഗ് നമ്മൾ പോസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 മണിക്കൂർ മിനിമം 2 മണിക്കൂറായിട്ടുണ്ട്. എന്തിനാന്ന് പറയാ കുഞ്ഞു? നീ പറഞ്ഞേടി എന്തായിരുന്നു കാര്യം എന്ന് പറയും. ബിസിനസിന്റെ തിരക്കിലല്ലേ? ഇവരൊക്കെ തന്നെ കുറ്റം പറയണം. അതിന് ബിസിനസ് ഓണർ ആയോണ്ടൊന്നും പറയാണ്ടിരിക്കണം. അതിനുവേണ്ടിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല അത്ര. അത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അരിനിമയുടെ ഫോട്ടോസ് ഞങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എറിച്ച് കൊടുക്കാം. അമ്മേ നിങ്ങൾക്കിടി അന്ന അതിൻ്റെ ഉള്ളിൽ തള്ളിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ പോരെ? ഇവിടെ നിന്ന് കാണിച്ചു തരാമേ. ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇടയൂടി, ഒക്കെ ഇടയും. ഒന്നും ഇടയാകില്ല. അത് കൊള്ളായിരുന്നു ഗൈസ്. അത് കൊള്ളായിരുന്നു അല്ല ഗൈസ്? അല്ലായിരുന്നു? അങ്ങനെയായിരുന്നു. കുഞ്ഞിനൊന്നും ഇതിൽ നോക്കാനില്ല. കുഞ്ഞാണ് കണ്ടതായിരുന്നു നിന്നെ. അരി മുഖം മറക്കിടൂ. കുഞ്ഞു മൊഞ്ചത്തിയായിട്ടുണ്ട് ഗൈസ്. തുപ്പട്ട ജനോടുകൾ നമ്മുടെ കോഴിക്കോട് നമ്മ ഇതേ വരുന്നുണ്ട് ഗൈസ്. അതെ, ഞങ്ങളുടെ ആകെപ്പാടുള്ള ഒരാളാണ് നമ്മുടെ കോഴിക്കോട്ടിൻ്റെ അമ്മായി. അമ്മായി നമുക്ക് എന്താണ് പറയാനുള്ളത്? പ്രായം കുറച്ചുള്ളൂ കേട്ടോ ഗൈസ്. 10-26 കുറച്ച് കൂടി നല്ലോടി ഉള്ളൂ. ഞാൻ അവിടെ നിന്നു പറഞ്ഞിട്ട് എവിടെ നിന്നേന്ന് അറിയില്ല. ഇത്ര നേരം ഇവരെല്ലാവരും അമ്മ വരെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അമ്മ നിക്കണം നിപ്പ് വേണ്ട. കുഞ്ഞിലൊന്നും ക്യാമറയ്ക്ക് നോക്കണം കൂടിയില്ല. അമ്മ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് താങ്കൾക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? അത്രേ ഉള്ളൂ. അത് കോഴിക്കോട് പോയി വന്നതിൻ്റെ നിങ്ങളവർ വേറെ ഒന്നും
ക്യാമറ ചെയ്താ ഞാൻ നിന്നെ എടുക്കാം. എന്നെ ഞാൻ കുറെ എടുത്തുണ്ട്. അമ്മേ എവിടെയാ അമ്മ നീ ഇങ്ങനെ തലേലിട്ട് പൊട്ടിക്കൂട്ടാ മാമുണ്ടിട്ട് പൊട്ടിക്കോ അരിമ കൊച്ചിനെ പേടിപ്പിക്കുന്നു. മാമുണ്ട് പ്രേരിപ്പിക്കാൻ. അതെ കഴിച്ച കൊച്ചിനെ പേടിപ്പിച്ച് കഴിപ്പിക്കുന്നു. കഴിച്ചിട്ടില്ല നീ കഴിച്ചില്ലടാ? ഇല്ല പോയി കഴിക്കടാ. നീ കഴിച്ചില്ലടാ? പോയി കഴിക്കടാ. പോയി ചോർന്നടാ. ഓടണ്ടേ? അയ്യോ എനിക്കാണെങ്കിൽ കുറച്ച് പണികളുണ്ടേ. ബിസിനസ് കഴിഞ്ഞിട്ടാണ് എന്റെ വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ടാണ് എന്തൊക്കെ പണികളാണുള്ളത്. കാണിച്ചവിടെ നോക്കണ്ട് ഗൈസ്. നാളെ വീരൊക്കെ ഇവരൊക്കെ കാണുമല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അരുമ അയ്യോ സോറി ബീജിയം ആ മാസ് 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 എമ്മത്തോട്ട് വിത്തൗട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് വീഡിയോയിൽ കുറേ തകരാറുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ അടുത്തടുത്ത് ഇങ്ങനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത് വരുന്നവരെ ഇറ്റ്സ് മീ ദേവപ്പൻ. ബൈ.